ഹലോ, കുക്ക് ത്രീനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു മോരുകറിയാണ്. നമ്മൾ സാധാരണ മോരുകറിയൊക്കെ തയ്യാറാക്കുന്നത് വെള്ളരിക്കായോ കുമ്പളങ്ങയോ അല്ലെങ്കിൽ കായോ ഒക്കെ വെച്ചിട്ടാണ് അല്ലേ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചീര വെച്ചിട്ടാണ് ഞാനിവിടെ മോരുകറി തയ്യാറാക്കുന്നത്. ചീരയിൽ അയൺ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് അനീമിക് ആയിട്ടുള്ളവരോടൊക്കെ കഴിക്കാൻ പറയുന്ന ഒരു വെജിറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ് ചീര കഴിക്കുന്നത്. ചീര ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരുപാട് പൊടിയും മണ്ണും ഒക്കെ കാണും. അത് പല പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാവൂ. അപ്പോൾ നമുക്ക് ചീര കൊണ്ട് മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചുമന്ന ചീരയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ചീരയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും കളറൊന്നുമില്ല കേട്ടോ. ഇതിപ്പം ഞാനിവിടെ 5 ചെറിയ തണ്ട് ചീരയുടെ ഇലയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതും. അരിഞ്ഞു കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് നല്ലതുപോലെ തിക്കി നിറച്ച ഒരു 1.5 കപ്പ് ചീരയുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് തൈരാണ്. ചെറിയതായിട്ട് പുളിയുള്ള 1 കപ്പ് നല്ല കട്ട തൈരാണിത്. ഇനി നിങ്ങളുടെ കയ്യിൽ തീർത്തും പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചീര വേവിക്കുന്ന കൂട്ടത്തിൽ അരിഞ്ഞിട്ട് വേവിക്കാം, കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, 2 വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് ഉലുവ, ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചീരയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മൺചട്ടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ചീര വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് മോരുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, പിന്നെ ആ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി. ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. മോരുകറിക്കുള്ള അരപ്പും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര വെന്തോന്നൊന്ന് നോക്കാം. ചീര ഇപ്പം ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ചെറു തീയിൽ തന്നെയാണ് ഞാൻ ചീര വേവിച്ചെടുത്തത്. അതേ തീയിലിട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ആ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഈ ചെറു തീയിലിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് തൈരും കൂടെ ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ തന്നെ ഉടയ്ക്കണമെന്നൊന്നുമില്ല. വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ഉടച്ചെടുത്താലും മതി. ഇപ്പം ആ അരപ്പും ചീര കിടന്നൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചീരയ്ക്ക് വലിയ നിറമില്ലാത്തത് കൊണ്ടാവട്ടോ ഇത് ഈ അരപ്പ് ഇപ്പോൾ ഒരു മഞ്ഞ നിറത്തിൽ തന്നെ കാണുന്നത്. നല്ല ചുമന്ന ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അരപ്പും എല്ലാം നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കുക. മോര് ചേർത്ത് കൊടുക്കുമ്പം മറ്റേ കൈ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വേണം മോര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കാരണം നമ്മൾ മോര് ഒഴിക്കുമ്പോഴേ അത് പിരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുമായി, അതുപോലെ തന്നെ മോരൊന്ന് ചൂടായി കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മോര് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി, അല്ലാതെ തിളയ്ക്കൊന്നും വേണ്ട. തിളച്ച് കഴിഞ്ഞാൽ മോര് പിരിഞ്ഞും പോകും. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1-2 മിനിറ്റും കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചട്ടി നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് മോര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഇപ്പോൾ ആ ഉലുവയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതിൻ്റെ ഒപ്പം തന്നെ 2 വറ്റൽമുളകും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ മോര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചീര കൊണ്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചീര വേവിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ തക്കാളിയും കൂടെയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തക്കാളിയൊന്നും വേറെ ചേർക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മക്കളിൽ ഒരാൾ ചീര തോരൻ വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തേ ഇല്ല. പക്ഷെ എന്നാൽ ഇങ്ങനെ മോരുകറി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ് താനും. അപ്പം ഞാൻ അവനെ പറ്റിക്കുന്നത് ഇങ്ങനെ മോരുകറിയൊക്കെ ആക്കി കൊടുത്താണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.